സാർ നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ്, ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി മൺമറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഇത്രത്തോളം ജനസ്വാധീനമുള്ള മറ്റ് രാഷ്ട്രീയക്കാരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വളരെ വിരളം തന്നെയാണ്. ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയുമെല്ലാം കേരളത്തിലെ ജനതയുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നവരാണ്. അവർ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ജനകീയ സ്വീകാര്യരായിരുന്നു ഇവരെല്ലാവരും എന്നുള്ളതാണ്. ജനങ്ങളെ ഒരു കാരണവശാലും അകറ്റി നിർത്തിയിരുന്നില്ല. എപ്പോഴും ജനങ്ങൾക്കിടയിൽ കഴിയാൻ തന്നെയാണ് ഇവരെല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ജനങ്ങൾ തരാത്ത എന്ത് സെക്യൂരിറ്റിയാണ് നമുക്ക് പോലീസുകാർ തരുന്നത് എന്ന് ഇ കെ നായനാർ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. അതുപോലെ ജനകീയ സമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി എത്ര മണിക്കൂറുകൾ നേരമാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷയുമില്ലാതെ തൻ്റെ ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഇപ്പോഴും ഓർക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞിട്ട് 3 വർഷം തികയുന്നു. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനെയും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെയും എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ നോക്കിക്കാണുന്നത്? ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു 69 തൊട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉമ്മൻചാണ്ടി അറിയാം. ഉമ്മൻചാണ്ടിയുടെ ബന്ധപ്പെട്ട പല സമര പരിപാടികൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പോയിന്റ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടായ 2-3 സമരങ്ങളുണ്ട്. ഒന്ന് തേവരക്കോളയിലുണ്ടായ മുരളിയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം, പിന്നെ കാസർഗോഡുണ്ടായ സമരം. ഈ സമരങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കേരള കോൺഗ്രസ് വളർന്നു ഇത് പോവുകയും സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിക്കുകയും കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം KSC എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായി. കോട്ടയം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ അവർ ശക്തരായിട്ട് വന്നു. അതിന് എതിരായി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള KSUവിൻ്റെ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും നടന്നു. ഇപ്പോഴും ഓർക്കുന്നു, കൈമാണിയുടെയൊക്കെ തറവാടിൻ്റെയൊക്കെ അടുത്ത സ്ഥലമാണ് കടപ്ലാമറ്റം. കടപ്ലാമറ്റത്ത് ഉമ്മൻചാണ്ടിക്ക് പല ബന്ധമുണ്ട്, അത് ലാസ്റ്റ് പിന്നെ പറയാം. ഇപ്പോൾ കടപ്ലാമറ്റത്ത് കടപ്ലാമറ്റം സ്കൂളിൽ KSUവിൻ്റെ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ ചെന്ന ഉമ്മൻചാണ്ടിയെ അവിടുത്തെ കേരള കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ ചേർന്ന് റബ്ബർ മുട്ടി കൊണ്ട്, റബ്ബർ ഇത്ര ഇഷ്ടംപോലെ കിടപ്പുണ്ട്, ചെയ്ത റബ്ബർ മുട്ടി കൊണ്ട് അടിച്ചു ഓടിക്കാനാണ് നോക്കിയത്. KSUക്കാരും തിരിച്ചടിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുള്ള ശത്രുത എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ കോട്ടകൾ തകർത്ത് പിന്നെ മുഴുവൻ എല്ലാം KSU ആണ് ജയിച്ചത്. ആ രീതിയിലേക്ക് വളർന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് അധികാരത്തിൻ്റെ ഭാഗമായതോടുകൂടി പലരും KSUവിൻ്റെ ആ വിപ്ലവ വീര്യം മറന്നുപോയി. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നത്, ഇന്ന് അലോഷ്യസ് സേവ്യർ പറയുന്നത് ഞങ്ങളാണ് ജയിപ്പിച്ചത്, ഞങ്ങളാണ് കോൺഗ്രസിന് വീര്യം കൊടുത്തത്. KSU അധ്യക്ഷൻ പറഞ്ഞത്. KSU അധ്യക്ഷൻ ഇവരെന്ത് സമരം നടത്തിയിരിക്കുന്നത്? ഇന്നത്തെ KSU നേതാക്കന്മാർ, അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും, അത് രമേശ് ചെന്നിത്തലയുടെ ആയാലും മറ്റേ സതീശൻ്റെ ആയാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്രൂപ്പില്ലാത്തവരാണെങ്കിലും എന്ത് സമരമാണ്, നിർണായകമായി ഏത് സമരം നടത്തിയിരിക്കുന്നത്? അലോഷി അവിടെ പോയിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥൻ്റെ പയ്യനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കിരാതമായ കൊലപാതകം നടത്തിയവനോട് പോയിട്ടുണ്ടോ? ഇവനപ്പോൾ വേണുഗോപാൽ വന്നിട്ട് എയർപോർട്ടിൽ പോയി കാണും. പക്ഷേ അവിടെ പോയിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജ് പ്രിയങ്ക ഗാന്ധി ഒന്ന് കൊണ്ടുചെല്ലാൻ പറ്റിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ കൊണ്ടുചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? ഇതിന് വേണുഗോപാലിനെ സാധിക്കാത്തെന്താ? അപ്പോൾ പോരാടാനുള്ള മനസ്സിലല്ലേ ഇവർക്കുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ എങ്ങനെ സ്ഥാനമാനങ്ങൾ നേടാമെന്ന് പഠിക്കുന്ന ഒരു നേതാവും, അതാരായാലും, വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ നേടാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സംഘടനയുടെ ഉത്തമ താല്പര്യങ്ങൾ ബലി കൊടുക്കേണ്ടി വരും. അലോഷി പറയുക, അതെ നീറ്റ് പരീക്ഷയിൽ ഇത് നടന്നിരിക്കുന്നു, PSC റാങ്ക് ലിസ്റ്റിൽ അതിനുവേണ്ടി സതീശനെ കുറ്റപ്പെടുത്തുക. ഒരു ഇഷ്യൂ മുന്നോട്ട് വെച്ചിട്ട് സതീശൻ അത് ചെയ്യുന്നില്ല എന്ന് പറ. വിദ്യാർത്ഥികളുടെ പ്രശ്നം അല്ലെ KSUവിൻ്റെ പ്രശ്നം പറ. അതിന് സമയം പ്ലീഡറായിട്ട് ആരെങ്കിലും 2 പേരെ നിയമിക്കുന്നതാണ് പ്രശ്നം. അത് പ്രശ്നം തന്നെയാണ്. പ്ലീഡറായിട്ട് നിയമിക്കുന്നത് നമുക്ക് എതിരോട്. അപ്പോൾ ഒരു കാര്യം അലോഷി മറന്നുപോയത്, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ഒരു വക്കീലിനെയും പ്ലീഡറായിട്ട് ഒരു കൊള്ളാവുന്നൊരു വക്കീലിനെ കിട്ടണമെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെട്ടവരായിരിക്കും. കോളേജുകളിൽ മുഴുവൻ SFI ചോദിച്ചുകൊണ്ടിരുന്ന KSU ഇല്ലായിരുന്നു. അവിടെ പഠിച്ച പിള്ളേർ ആ കാലഘട്ടത്തിൽ KSUക്കാരായിരിക്കും, SFIക്കാരായിരുന്നിരിക്കും. അലോഷിക്ക് എന്ത് പറയാൻ പറ്റും? അലോഷിയുടെ കോളേജ് ഉൾപ്പെടെ
അപ്പോൾ എന്ത് ഇഷ്യൂ ആണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എന്ത് ഇഷ്യൂ ആണ് അലോഷി ഇപ്പോൾ മുന്നോട്ട് വെച്ച് സതീശനോട് പറയേണ്ടത്? നിയമനത്തെ ജോലിയെക്കുറിച്ചല്ല പറയേണ്ടത്. അത് ആ സമയത്ത് പറയണം. തർക്കിക്കേണ്ട സമയത്ത് തർക്കിക്കണം. നല്ല ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. ഓരോരുത്തരും ഇപ്പോൾ അലോഷി എങ്ങനെ കേസിൻ്റെ തരത്തിലുള്ള അലോഷിമാർ ഇന്ന് ഈ കേരളത്തിൽ KSUവിനെ നയിക്കുമ്പോഴാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ KSU എങ്ങനെ നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അനുസ്മരിക്കേണ്ടത്. ഞാൻ ആ ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ KSU ലീഡർഷിപ്പ് അന്നത്തെ KSU ഉമ്മൻചാണ്ടി തല്ലുകൊണ്ട കാര്യം പറഞ്ഞു. തല്ലുകൊണ്ടത് കേരള കോൺഗ്രസിൻ്റെ തല്ലുകൊണ്ട് SFIക്കാരെ പോലും അത്ര തല്ലിയിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെയാണ് തല്ലുകൊള്ളുന്നത് ഉമ്മൻചാണ്ടി. അപ്പോൾ ഈ ഇന്നത്തെ KSUവിൻ്റെ ലീഡർഷിപ്പ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു പോലും ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പിന്തുണക്കാരാണ് അല്ലെ അതിനെ അനുകൂലിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഇപ്പോൾ സഹതാപം തോന്നുന്നു. ഇവരൊക്കെയാണ് അന്ന് ഓരോ സ്ഥലത്തും KSUവിൻ്റെ മെമ്പർഷിപ്പ് ബുക്കും ലേഖകളും പിന്നെ ഓണത്തിൻ്റെ ഒരു പറഞ്ഞ എന്തെല്ലാം പരിപാടി ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഒന്നും നടത്താൻ പറ്റിയിട്ടുണ്ടോ? ഇന്നത്തെ KSU നടത്താൻ പറ്റിയിട്ടുണ്ടോ? അതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ KSUവിൻ്റെ ലീഡർഷിപ്പും ഇന്നത്തെ തിരുവഞ്ചൂരാഷ്ട്രമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ KSU ലീഡർഷിപ്പും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല, രാഷ്ട്രീയത്തിൻ്റെ ആദർശമുഖം മെല്ലെ മെല്ലെ നഷ്ടമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കൂടി ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ? അല്ല, ആദർശമുഖം എന്ന് പറയേണ്ട ആവശ്യമില്ല. നഷ്ടമുഖം എന്ന് പറഞ്ഞാൽ അതിന് ആ രീതിയിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി പ്രവർത്തകരെ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയുടെ മനോരമയുടെ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയൊരു രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. മറ്റാരേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടി പിന്തുണച്ച മനോരമയാണ്. പക്ഷെ മറിച്ച് വേറൊരു കാര്യമായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി AKN വരുന്നത് നോക്കി, ഗ്രൂപ്പ് നേതാവ് AKN വരുന്നത് നോക്കിയിട്ട് ഏതെങ്കിലും എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയെ? പാർട്ടിയുടെ പരിപാടിക്ക് വരുമ്പോൾ ചിലർ സ്വീകരിക്കാൻ പോകും. അല്ലെങ്കിൽ AKN ഏതെങ്കിലും സമയത്തൊക്കെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഓടിപ്പോയി കാണാൻ ഉമ്മൻചാണ്ടി പോയിട്ടുണ്ടോ? ഇവിടുത്തെ ഇന്നത്തെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും വേണുഗോപാലും അല്ലെങ്കിൽ അതുപോലെ ഗ്രൂപ്പ് നേതാക്കന്മാർ വരുമ്പോൾ സതീശനൊക്കെ വരുമ്പോൾ എയർപോർട്ടിൽ ഓടിച്ചെന്ന് കാണാൻ പോകുന്ന നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ആരുടെയും വെട്ടിയെടുക്കാൻ പോയിട്ടില്ല. ആരുടെയും വെട്ടിയെടുത്ത് നേതാവാകാൻ പോയിട്ടില്ല. ഒരു നേതാവിൻ്റെയും പോയിട്ടില്ല. ഡൽഹി പോലും അധികം 2 3 പ്രാവശ്യം പോയി കാണുള്ളൂ. ഇന്ദിരാഗാന്ധിയെ കാണാനൊക്കെ ആയിട്ട് വളരെ കുറച്ചേ പോയി കാണുള്ളൂ. അങ്ങനത്തെ സ്വയം ആർജിച്ച നേതൃത്വ പാഠവും ശ്രദ്ധിക്കണം. സ്വയം ആർജിച്ച നേതൃത്വപരമായ കഴിവ് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അതാരും പറഞ്ഞു കൊടുത്തതല്ല, ആരും പഠിപ്പിച്ചതല്ല, അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വളർത്തിയെടുത്താണ്. ഇവിടെയാണ് ഇന്നത്തെ ലീഡർഷിപ്പ് പരാജയപ്പെടുന്നത്. അല്ല, ആ രാഷ്ട്രീയ സംശുദ്ധിയും അങ്ങനെ തന്നെ നേടിയെടുത്തത് തന്നെയാണല്ലോ. കാരണം ഇപ്പോൾ രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരുടെയെങ്കിലും പാർശ്വവർത്തിയായിട്ട് നിന്നുകൊണ്ട് അന്ധമായിട്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പറയാതെ പലപ്പോഴും, അതായത് ലീഡർ കരുണാകരനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും പലപ്പോഴും ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ മടി കാണിക്കാതിരുന്നൊരു നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട ഇടങ്ങളിൽ കൃത്യമായി തുറന്നു പറയുകയും തൻ്റേതായ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ഒപ്പം ഈ പാർട്ടി നിലനിൽക്കണം, പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളുടെ ദാസന്മാരാണ് പാർട്ടിയും ഈ നേതാക്കന്മാരും എന്നുള്ള ആ ഒരു വളരെ സിമ്പിളായ തത്വം ബോധ്യമാക്കി കൊടുക്കുന്ന ജീവിത രീതി പിന്തുടരുന്ന നേതാവ് കൂടിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. അല്ല, ഉമ്മൻചാണ്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആരില്ല, ഉമ്മൻചാണ്ടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആ വിശ്വാസം തകർന്ന സരിത കേസുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലാണ്. അല്ല, തീർച്ചയായും അത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ രാഷ്ട്രീയമായി മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഉമ്മൻചാണ്ടിയെ പിന്നോട്ടടിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ അവസാനം എന്തെങ്കിലും ഒരു വലിയൊരു കുടുക്ക് വേണമല്ലോ എന്ന് കണക്കാക്കിയിട്ട് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറും ഈ പറഞ്ഞ പോലെ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയല്ല KB ഗണേഷ് കുമാറും പിണറായി വിജയനും എല്ലാം ചേർന്ന് ഒരുക്കിയൊരു കെണി തന്നെയായിരുന്നു. KB ഗണേഷ് കുമാറിന്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിന് ഹിതകരമായ രീതിയിൽ ഇടപെടാത്തതിന്റെ പേരിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ തിരിയാനും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഉമ്മൻചാണ്ടി കാരണം കളഞ്ഞുപോയി എന്നുള്ളൊരു ധാരണ കൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ അത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് പിണറായി വിജയനും ഒരുമിച്ച് ചേർന്ന് ഈ സോളാർ സരിത എന്നൊരു യുവതിയെ ഒരു സ്ത്രീയെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ പറയാൻ പാടില്ലാത്ത, അതായത് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയെ അറിയുന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിൽ ഒരു കള്ളക്കഥയുണ്ടാക്കി, അതും ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതി, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ പോലെ 73 വയസ്സ് കഴിഞ്ഞ പരിണിതപ്രജ്ഞനായ വയോവൃദ്ധനായ ഒരു നേതാവ്, ആദർശ ശുദ്ധിയുടെ ആഴ്വെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു നേതാവ് സരിതയെ പോലുള്ളൊരു യുവതിയെ, ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി വദനസുരതം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് കേട്ട് നിൽക്കുന്ന ആളുകൾ,
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായാൽ പോലും വെള്ളം തൊടാതെ വിഴുങ്ങാൻ ആർക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തന്നെ പ്രതിയാക്കിക്കൊണ്ട് എടുത്ത ഈ കള്ളക്കേസിലും ഉമ്മൻചാണ്ടി കൈക്കൊണ്ട നിലപാട്. അല്ല, വീണ വിജയന്റെ കാര്യത്തിൽ ED ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും സഖാക്കളെല്ലാം കൂടെ ചെകുവരന്മാരെല്ലാം കൂടെ പറഞ്ഞു EDയുടെ കാറ് തല്ലിപ്പൊളിച്ചു. ജസ്റ്റിസ് ശിവരാജന്റെ മുമ്പിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യാൻ മണിക്കൂറുകളോളം ഉമ്മൻചാണ്ടി ഇരുന്ന് കൊടുത്തു. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരെ വിളിച്ചോണ്ട് പോയില്ലല്ലോ അല്ലെ, ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ സമ്മതിച്ചില്ലല്ലോ. എന്നിട്ട് എന്ത് പറ്റി? ഈ കമ്മീഷൻ റിപ്പോർട്ടും മറ്റ് അന്വേഷണങ്ങളും വിജിലൻസ് അന്വേഷിച്ചും എല്ലാം പോയില്ലേ? അവസാനം എന്ത് പറ്റി? ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ഈ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്നുള്ള കോടതി വിധി വന്നുകൊണ്ട് മരിക്കാൻ അദ്ദേഹത്തിനൊരു ഭാഗ്യമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖം ഇത്രത്തോളമുള്ള മാനസിക സംഘർഷം കാരണം അദ്ദേഹത്തിന് അത് വഷളായി. അദ്ദേഹത്തിന് തെറ്റുകാരനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ തെറ്റിദ്ധാരണജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഇത്തരം ഒരു വിഷയത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴിച്ചതിൽ അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. ആ മനോവിഷമം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അസുഖം ഇത്ര കണ്ട് മൂർച്ഛിക്കാനും ഒരുപക്ഷെ അകാലത്തിൽ തന്നെയാണ് അദ്ദേഹം ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞു പോയത് എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. അതിനെല്ലാം കാരണക്കാരായ ആളുകൾക്ക് കാലം അതിൻ്റെതായ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നാം പറഞ്ഞു വരുന്നത് ഏറ്റവും ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ, ജനകീയനായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അതിനുശേഷം മറ്റൊരാളെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നാളിതുവരെ ഇനി അങ്ങോട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. 10 വർഷക്കാലം പിണറായി വിജയൻ കേരളം അടക്കി ഭരിച്ചെങ്കിലും എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ഒരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുമ്പോഴും ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ജനങ്ങൾക്കൊരിക്കലും സാധിച്ചിരുന്നില്ല. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ നവകേരള സദസ്സ് നടക്കുന്ന ഇടങ്ങളിൽ മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഓരോ പരാതി പെട്ടി വെച്ചിട്ടുണ്ടാവും. ആ പരാതി പെട്ടിയിലിടാം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്, അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കാം എന്നൊക്കെയാണ് അന്ന് നമ്മൾ കണ്ടതും പറഞ്ഞു കേട്ടതും. പിന്നെ ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പിണറായി വിജയന്റെ സ്ഥലത്തെ പ്രമാണിമാർ ഒരുമിച്ചൊരു സദസ്സുണ്ടായിരുന്നു, ഒരു ചായ കുടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കാരണവശാലും പൗരപ്രമുഖർ അവിടെ ഒരു കാരണവശാലും സാധാരണക്കാർക്ക്, അതായത് പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോ കൂലിത്തൊഴിലാളികൾക്കോ ഒന്നും ആ പൗരപ്രമുഖരുടെ കൂട്ടത്തിൽ ഇടം കിട്ടിയിരുന്നില്ല. ആ ചായ സൽക്കാരത്തിൽ അവർക്കും പങ്കുണ്ടായിരുന്നില്ല. അപ്പോൾ 10 വർഷക്കാലം കേരളം അടക്കി ഭരിച്ച എന്താണ് കാരണഭൂതൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പിണറായി വിജയൻ ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയുടെ ജനസ്വീകാര്യതയുടെ 100-ൽ 1000-ൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാലം തെളിയിച്ചതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു നേതാവ്, നേരത്തെ EK നായനാരും ഇത്തരത്തിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് നൽകാൻ സാധിക്കാത്ത എന്ത് സെക്യൂരിറ്റിയാണോ പോലീസുകാർക്ക് നമുക്ക് തരാൻ കഴിയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത ജനാധിപത്യം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരും നേതാക്കന്മാരും എല്ലാം ജനങ്ങളുടെ സർവൻസ് ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കളും ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ വളരെ ചുരുക്കം തന്നെയായിരുന്നു. വിരലിലെണ്ണാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേര് ആ ഗണത്തിലേക്ക് നമുക്ക് EK നായനാരുടെയോ VS അച്യുതാനന്ദൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൂടി പേര് കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യൻ ജനഹിതങ്ങൾ അറിഞ്ഞ് ജനങ്ങളോടൊപ്പം ജീവിക്കാൻ, ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ എല്ലാ കാലത്തും ഉത്സുകത കാണിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അധികാര കേന്ദ്രങ്ങളിൽ വിരാജിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ കാലം ഉമ്മൻചാണ്ടി വാഴ്ത്തുമ്പോൾ ആ വാഴ്ത്തുപാട്ടുകൾക്ക് ഒരിക്കലും ഒരു വെള്ളപൂശലിൻ്റെ ഒരു ഭാവമുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്നും പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരാഞ്ജലികളിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗീയനായ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. സ്മരണാഞ്ജലി നേരും.